ഹലോ സ്റ്റുഡൻസ്, നമ്മൾ വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു തേർഡ് മോഡ്യൂളിൽ. ഇനി അടുത്ത ടോപ്പിക്കാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്. ഇതും ഒരു ജോയിനിങ് പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ ഒരു ടെമ്പററി ജോയിൻറ്റ് എന്നൊക്കെ പറയാം. സാധാരണ വെൽഡിംഗ് ജോയിൻറ്റിൻ്റെ അത്രത്തോളം ഹാർഡ്നെസ്സോ അല്ല അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ജോയിൻ്റ് അല്ല, എന്നാലും വലിയ ലോഡൊന്നും വരാത്ത ചെറിയതായിട്ട് ഉള്ള ഒരു ജോയിൻ്റ് ഉണ്ടാക്കാനുള്ള ടെമ്പററി ജോയിൻ്റ് പോലെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സിനെയാണ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേസിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ BME എന്നുള്ള സബ്ജക്റ്റിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു കാണും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ PPT ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആൾറെഡി പഠിച്ചത് തന്നെയാണ്. അല്ല പഠിച്ചില്ല എങ്കിൽ ആ വീഡിയോസ് ഒന്നും കൂടെ കണ്ടാൽ മതി, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക എന്താണ് ബ്രേസിംഗ് പ്രോസസ്സ് എന്ന്. അപ്പം ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സാധാരണ ഒരു 800 ഡിഗ്രി സെൽഷ്യസിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ വെൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ആർക്ക് വെൽഡിംഗ് ആണെങ്കിൽ ഒരു 3200 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗ് ആണെങ്കിൽ ഏകദേശം ആ ടെമ്പറേച്ചറിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഏകദേശം അത്രത്തോളം ഹൈ ടെമ്പറേച്ചറിലൊക്കെയാണ് സാധാരണ വെൽഡിംഗ് പ്രോസസ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ബ്രേസിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു 800 ഡിഗ്രി സെൽഷ്യസിലൊക്കെ മാക്സിമം വരത്തുള്ളൂ. അത്രയും ടെമ്പറേച്ചർ ഉപയോഗിച്ചാണ് ഈ ബ്രേസിംഗ് എന്ന് പറയുന്ന ആ ഒരു ജോയിൻറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ BMEയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഈ ഒരു ജോയിൻറ്റ്, ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ആ ഒരു ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ബ്രേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു അലോയ് എന്ന് പറയുന്നത്, കോപ്പർ, സിങ്ക്, ടിന്ന്. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടുതൽ ഒരു അലോയാണ് ഫില്ലർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബ്രേസിംഗ് സോൾഡർ അല്ലെങ്കിൽ സ്പെൽറ്റർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ വളരെ കോമൺ ആയിട്ട് ബ്രാസ് എന്നും പറയാറുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വൽ ബ്രാസ് അല്ല, കോപ്പർ, സിങ്ക്, ടിന്ന് എന്നീ കൺസിസ്റ്റൻസ് ഉള്ള ഒരു അലോയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കമ്പൗണ്ട്സ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കുമാണ് മെയിനായിട്ടുള്ള കമ്പൗണ്ട്. പിന്നെ ഈ ടിന്നിൻ്റെ പെർസെൻറ്റേജ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഈ ഫില്ലർ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. ഇപ്പം ഈ ഫില്ലർ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് മെറ്റലിലുള്ള വർക്ക് പീസാണ് നമുക്ക് ജോയിൻ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും ഈ ഫില്ലർ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം വളരെ മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ ആയിട്ടുള്ള വർക്ക് പീസാണ് എങ്കിൽ ഈ ഫില്ലർ മെറ്റീരിയലിനും കുറച്ചും കൂടെ കൂടിയ മെൽറ്റിംഗ് പോയിൻ്റുള്ള ഫില്ലിംഗ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫില്ലിംഗ് മെറ്റീരിയലിൻ്റെ ആ മെൽറ്റിംഗ് പോയിൻ്റൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ടിന്ന് എന്ന് പറയുന്ന അതിൻ്റെ ഒരു പെർസെൻറ്റേജ്, എത്ര കോമ്പോസിഷൻ വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടാണ് അതൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ BME എന്ന് പറയുന്ന ഇതിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് നമുക്ക് ഇനി ഇതിനെപ്പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ബേസിക്സ് നിങ്ങൾക്കറിയാം, എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്നൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത്. അതായത് ഫില്ലർ മെറ്റീരിയൽ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ കാണുന്നതാണ് ഫില്ലർ മെറ്റീരിയൽ. അതാണെന്നല്ല ഫില്ലർ സ്പെൽറ്റർ എന്ന് പറയുന്ന ആ ഒരു അലോയാണ് ഫില്ലർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്ലക്സിനെ പറ്റിയും ടൈപ്സ് ഓഫ് ജോയിൻറ്റിനെ പറ്റിയൊക്കെ പഠിക്കും. പിന്നെ ഡിഫറെൻറ്റ് ബ്രേസിംഗ് മെത്തേഡ്സ്, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ബ്രേസിംഗ് മെത്തേഡ്സ് essay ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അത് നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഈ ബ്രേസിംഗ് മെത്തേഡ്സ് ഒരു 3-4 ടൈപ്പ് നമ്മൾ പഠിക്കും. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബ്രേസിങ്ങിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ആക്ച്വലി ഈ ഫ്ലക്സിനെ പറ്റിയാണ്, പിന്നെ ടൈപ്സ് ഓഫ് ജോയിൻറ്റ് എങ്ങനെയാണെന്ന്, ഏത് ജോയിൻ്റാണ് കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതെന്ന്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്, വളരെ സിമ്പിളായിട്ടുള്ള 1-2 ഫ്ലക്സിനെ പറ്റിയും ജോയിൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊന്നും 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ചോദിക്കത്തില്ല, മേ ബി 3 or 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതൊക്കെ ചോദിക്കത്തുള്ളൂ. എന്താണ് ഫ്ലക്സ്, എന്ത് മെറ്റീരിയലാണ് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സിനെ പറ്റി പഠിക്കാം. ഈ ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്താണെന്ന് വെച്ചാൽ ബൊറാക്സ് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അത് ഒരു പക്ഷേ പൗഡർ ഫോമിലോ അല്ലെങ്കിൽ സ്ലറി ഫോമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേസ്റ്റ് ആ ഫോമിലോ ആയിരിക്കും മിക്കവാറും ബൊറാക്സ് എന്ന് പറയുന്ന ആ ഫ്ലക്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? നമ്മുടെ സാധാരണ വെൽഡിംഗ് പ്രോസസ്സിലും ഫ്ലക്സ് ഉപയോഗിക്കുന്നുണ്ട്. കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് മിക്കവാറും കോട്ട് ചെയ്ത്, അതിൻ്റെ പുറത്ത് ഫ്ലക്സ് കോട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ കോട്ടർ ഇലക്ട്രോഡ് എന്ന് പറയും. അതല്ല ബെയർ ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഫ്ലക്സ് അഡീഷണലായിട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും. നമ്മൾ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിലൊക്കെ കണ്ടുപോലെ നമ്മൾ ഫ്ലക്സ് നമ്മൾ ഇട്ട് കൊടുക്കും. അതൊന്നും അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസൊക്കെ ആയിരിക്കും ഈ ഫ്ലക്സിൻ്റെ ആ ഒരു ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബ്രേസിങ്ങിലും ഈ ഫ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം വേണം. അപ്പം ആ ഫ്ലക്സിനെ പറ്റി എക്സാമിന് ചോദിക്കുന്നത് ഒന്നുകിൽ ഫ്ലക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും, ബ്രേസിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഫ്ലക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്, പിന്നെ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. ഈ 2 കാര്യങ്ങളാണ് സാധാരണ ഫ്ലക്സസിനെ പറ്റി ബ്രേസിംഗ് എന്ന ടോപ്പിക്കിൽ ചോദിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് ആയിട്ട് മെയിൻലി ബൊറാക്സ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഫ്ലക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 ഫങ്ഷൻസും 3 പ്രോപ്പർട്ടീസും മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഫങ്ഷൻസ് 2-3 ഫങ്ഷൻസ് കൂടെ ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ മതി, മനസ്സിലാവും. അപ്പോൾ ബേസിക്കായിട്ട് ഫ്ലക്സ് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താണ് ആ ബ്രേസിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അതായത് ഈ ഫയറൊക്കെ ഉപയോഗിച്ച് ടെമ്പറേച്ചർ ഹീറ്റ് ജനറേറ്റ് ചെയ്താണ് ബ്രേസിംഗ് പ്രോസസ്സ് നടക്കുന്നത്.
അപ്പോൾ ആ സമയത്ത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനും ആയിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സൈഡ്സ് നൈട്രേറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് ജോയിൻറ്റിൽ വരാനും പാടില്ല. അപ്പോൾ അങ്ങനെ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ പൗഡർ ഫോമിലുള്ള ഫ്ലക്സ് ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രിവെൻറ്റിംഗ് ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ് ആൻഡ് അതർ അൺവാണ്ടഡ് ബൈ പ്രോഡക്ട്സ് ഇൻ ദ ബ്രേസിംഗ് പ്രോസസ്സ്. അപ്പോൾ ഹീറ്റ് ഉണ്ടാകുന്നത് മൂലം എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് ജോയിൻറ്റിൻ്റെ അകത്ത് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫ്ലക്സ് അപ്ലൈ ചെയ്യുന്നത്. അത് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ജോയിൻറ്റ് ഫോം ചെയ്യേണ്ട സർഫസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. അതായത് റിമൂവിങ് ഓക്സൈഡ് ഫിലിംസ് ഫ്രം ദി വർക്ക് പീസ് സർഫസ്. ഉദ്ദേശിക്കുന്നത് വർക്ക് പീസിൻ്റെ സർഫസിനെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ടുള്ള ആ സർഫസിനോടാണ് നമ്മൾ ഈ ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സർഫസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫ്ലക്സ് നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നെ ഫില്ലർ മെറ്റീരിയൽ അതിൻ്റെ കുറച്ചും കൂടെ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഗിവിങ് ദി ഫില്ലർ മെറ്റീരിയൽ ദ ഫ്ലൂയിഡിറ്റി ടു വെറ്റ് ദി ജോയിൻറ്റ് സർഫസ്. ജോയിൻറ്റ് സർഫസിൽ നല്ലോണം ടച്ച് ചെയ്ത് വരാനായിട്ട് കവർ ചെയ്ത് വരാനായിട്ട് കുറച്ചും കൂടെ ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയായിട്ടും ഫ്ലക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഗ്യാസ് തന്നെയാണ്, അതായത് തള്ളാണെന്ന് പറയാം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് ഈ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ബൊറാക്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് 1, 2, 3 ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ടെമ്പറേച്ചർ കുറവായിരിക്കും. പിന്നെ ജോയിൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫ്ലക്സിനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കണം. ഈ ഫ്ലക്സിനെ റിമൂവ് ചെയ്യുന്നത് ഒന്നുകിൽ നമുക്കതിനെ തുടച്ച് കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് കൊണ്ടോ തുടച്ച് ആ ഫ്ലക്സിനെ റിമൂവ് ചെയ്യാം. അതല്ല അങ്ങനെ ക്ലോത്ത് കൊണ്ട് തുടച്ചാലും റിമൂവ് ചെയ്യാത്ത ഫ്ലക്സ് ആണെങ്കിൽ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്താൽ മതി. ആ ജോയിൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യുമ്പോഴേക്കും ആ ഫ്ലക്സ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഡിസോൾവ് ആയി അങ്ങ് പോയിക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫ്ലക്സിനെ റിമൂവ് ചെയ്യുക. അങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഫ്ലക്സ് ആയിരിക്കണം നമ്മൾ ജോയിൻറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വിസ്കോസിറ്റി കുറവ്, ഫില്ലർ മെറ്റീരിയലിനെക്കാളും വിസ്കോസിറ്റി കുറവായിരിക്കണം ഫ്ലക്സിന്. എന്നാൽ മാത്രമേ ഫില്ലർ മെറ്റീരിയൽ വരുമ്പോഴേക്കും ഈസി ആയിട്ട് ഈ ഫ്ലക്സ് അങ്ങ് മാറിക്കൊടുക്കത്തുള്ളൂ, ആ പാത്ത് അങ്ങ് മാറിക്കൊടുക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ സർഫസിലോട്ട് ആ ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം വിസ്കോസിറ്റി കുറവായിരിക്കണം, ഫില്ലർ മെറ്റീരിയലിനെക്കാളും വിസ്കോസിറ്റി കുറവായിരിക്കണം. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഈ ഫ്ലക്സിന് വേണ്ടത്. അപ്പോൾ ഫ്ലക്സ് ഈ ബ്രേസിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫ്ലക്സസിനെ പറ്റി ഈ 2 കാര്യങ്ങൾ മാത്രമേ എക്സാമിന് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇത് 3 or 4 മാർക്സിനെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ബൊറാക്സ് എന്ന മെറ്റീരിയലാണ് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് പൗഡർ ഫോമിലോ സ്ലറി അല്ലെങ്കിൽ പേസ്റ്റ് ആ ഫോമിലോ ആയിരിക്കും നാം ഫ്ലക്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബ്രേസിങ്ങിൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചെറിയൊരു കാര്യമാണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് നമ്മുടെ ബ്രേസിങ്ങിൽ ഉപയോഗിക്കുന്നതെന്ന്. ബേസിക്കലി ഈ 3 ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ബ്രേസിങ്ങിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഏത് ടൈപ്പ് ജോയിൻറ്റ് ആണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മിക്കവാറും ആ വർക്ക് പീസിൻ്റെ ഷേപ്പും വർക്ക് പീസിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ എവിടെയാണ് ആ കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് വേണം എന്നൊക്കെ നമ്മൾ സാധാരണ തീരുമാനിക്കുന്നത്. അപ്പോൾ 3 ടൈപ്പ് ജോയിൻ്റ് എന്ന് പറയാം: ബഡ് ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, സ്കാർഫ് ജോയിൻ്റ് എന്ന്. അപ്പോൾ ഈ ബഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് പീസ് ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസ് ഏതൊക്കെ സൈഡ്സ് ആണോ ജോയിൻ ചെയ്ത് വരേണ്ട അത് തമ്മിലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ബ്രേസിംഗ് പ്രോസസ് ഉപയോഗിച്ച് അതിനെ ജോയിൻ ചെയ്ത് കൊടുക്കുക, അതിനെ ബഡ് ജോയിൻ്റ് എന്ന് പറയും. അതേസമയം ജോയിൻ ചെയ്യുന്ന എഡ്ജസ് ഇങ്ങനെ ആംഗുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിനെ സ്കാർഫ് ജോയിൻ്റ് എന്നും പറയും. ഇതിൽ ബഡ് ജോയിൻ്റിനെക്കാളും കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലാണ് സ്കാർഫ് ജോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ജോയിൻ്റ് ആക്ച്വലി ലാബ് ജോയിൻ്റ് ആണ്. അതായത് ഓവർലാപ്പ് ചെയ്ത് ഒരു വർക്ക് പീസിനെ മുകളിലായിട്ട് മറ്റേ വർക്ക് പീസ് കൂടെ പ്ലേസ് ചെയ്തിട്ട് ബ്രേസ് ചെയ്ത ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ലാബ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് കൂടുതലാണ് ഈ ലാബ് ജോയിൻ്റ് എന്ന് പറയാം. പക്ഷേ എല്ലായിടത്തും ഈ ലാബ് ജോയിൻറ്റ് യൂസ് ചെയ്യാനൊക്കത്തില്ല. കാരണം ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകൾ തമ്മിൽ വർക്ക് പീസുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണോ ഈ കമ്പോണൻറ്റ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു വർക്ക് പീസ് എവിടെയാണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ ലാബ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി സ്ട്രെങ്ത് കൂടുതലായിരിക്കും ലാബ് ജോയിൻറ്റ് വെച്ചിട്ടുള്ള ബ്രേസിംഗ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം എന്നതാണ്. ഈ ലാബ് ജോയിൻറ്റിൽ എത്ര ഏരിയ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും സ്ട്രെങ്ത്. കൂടുതൽ ഏരിയ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് അതിനുണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പം ഇത്രയും ഭാഗമാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കയറ്റി വെച്ചിട്ടുള്ള ഇത്രയും ഭാഗമാണെന്ന് പറയാം. അപ്പോൾ ഈ വർക്ക് പീസ് കുറച്ചും കൂടെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഏരിയയിൽ നമുക്ക് ആ ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് വരും. അപ്പോൾ എത്ര കൂടുതൽ ഓവർലാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ജോയിൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ലാബ് ജോയിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഒരു അഡ്വാൻറ്റേജ് ഈ ബഡ് ജോയിൻറ്റിലോ സ്കാർഫ് ജോയിൻറ്റിലോ പറ്റത്തില്ല. അതിൽ ഈ ഒരു ലെങ്ത് നമുക്ക് കൂട്ടാനും നോക്കത്തില്ല, അങ്ങനെയൊക്കെ പറയാമല്ലോ. പക്ഷേ ലാബ് ജോയിൻറ്റിലാണെങ്കിൽ അതിൻ്റെ എത്ര ഏരിയയാണ് ഓവർലാപ്പ് ചെയ്ത് വരേണ്ടത് അല്ലെങ്കിൽ ആ ബ്രേസിംഗ് ജോയിൻറ്റ് എത്ര ലെങ്തിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ സ്ട്രെങ്ത് വേണമെങ്കിൽ ലാബ് ജോയിൻ്റാണ് സാധാരണ പ്രിഫർ ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ജോയിൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്. ഇത് മേ ബി ഒരു 3 or 4 മാർക്സിന് ചോദിക്കും. അപ്പോൾ ഫിഗർ വരച്ച് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ബ്രേസിങ്ങിനെ പറ്റി പഠിക്കുക. അത് സാധാരണ എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണെന്ന് പറയാം ബ്രേസിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.